ഫ്രണ്ട്സ്, ടെക്കോണറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിന്നൊരു ചെറിയൊരു ട്രൈപ്പോഡാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് ഉലാൻസി എന്നൊരു കമ്പനിയുടെ ഒരു ഫ്ലെക്സിബിൾ ലെഗ് ഉള്ള ഒരു ട്രൈപ്പോഡാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വ്ളോഗേഴ്സിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രൈപ്പോഡാണ്. കാരണം ജസ്റ്റ് കൈ പിടിക്കാൻ മാത്രമല്ല, ഇത് വളച്ച് കൂട്ടി വേണമെങ്കിൽ എവിടെയെങ്കിലും വെക്കാനൊക്കെ പറ്റും. എന്നിട്ട് എവിടെയെങ്കിലും പിടിപ്പിച്ച് വെച്ചിട്ട് ക്യാമറയ്ക്ക് വെക്കാൻ പറ്റുന്ന ട്രൈപ്പോഡാണ് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ റിവ്യൂ ആയിരിക്കും, വേഗം കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ട്രൈപ്പോഡ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രൈപ്പോഡ് വരുന്നത് ഇങ്ങനെ ഒരു ബോക്സിലാണ്. അതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ ട്രൈപ്പോഡിൻ്റെ ഒരു പടമുണ്ട്. അതുപോലെ Ulanzi MT04 ആണ് മോഡൽ നമ്പർ. ഫ്ലെക്സിബിൾ ട്രൈപ്പോഡ് ഇതിൻ്റെ പുറത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോക്സിൻ്റെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഈ ട്രൈപ്പോഡിൻ്റെ യൂണിക് ഫീച്ചേഴ്സാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. 3 യൂണിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പോകുകയാണെങ്കിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ ഇതിനൊരു ബോൾ ഹെഡ് ഉണ്ട്, റിമൂവബിൾ ബോൾ ഹെഡാണ്. അത് നമുക്ക് പല ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പല ആംഗിൾ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ക്വാർട്ടറിഞ്ച് സ്ക്രൂ ആണ്. ഇത് നമ്മുടെ ക്യാമറകളുമേയും എല്ലാ ഒരുവിധമുള്ള ക്യാമറകളുമേയും ക്വാർട്ടറിഞ്ച് ഹോളും അത് മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ ക്യാമറകളും നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഫ്ലെക്സിബിൾ ലെഗ്സ് ആണ് ഇതിൻ്റെ ഉള്ളത്. പിന്നെ നമ്മുടെ ട്രൈപ്പോഡ് എന്ന് പറയുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യണ വെയിറ്റ് 800 ഗ്രാം വരെയാണ് ഇതിൻ്റെ മാക്സിമം ഈ ട്രൈപ്പോഡ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അടുത്ത സൈഡിലേക്ക് പോകുകയാണെങ്കിൽ സ്മോൾ ബ്രാൻഡ് ഫോക്കസിംഗ് ഓൺ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഇതിൻ്റെ ടാഗ് ലൈൻ ഉണ്ട്, കമ്പനിയുടെ ടാഗ് ലൈൻ. പിന്നെ ഞങ്ങൾക്ക് ഈ ട്രൈപ്പോഡിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയാണ് ഒരു ഫോൺ ഹോൾഡർ എന്ന് പറയുന്നത്, ഒരു സി ക്ലാമ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോൺ ഹോൾഡർ നമുക്ക് ഇതിനെ പറയാം. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ല കൂടിയാണ്, നല്ല പ്ലാസ്റ്റിക് വെച്ച് തന്നെ ഉണ്ടാക്കിയാണ് ഒരു ഹോൾഡറാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ റിട്രാക്റ്റബിൾ ആണ്, അതായത് ഇത് വലിച്ച് നീട്ടാൻ പറ്റും. അങ്ങനെ വലിച്ച് നീട്ടി നമുക്ക് ഒരു 6 ഇഞ്ച് വരെയുള്ള സൈസുള്ള ഫോൺ നമുക്ക് ഇതിൻ്റെ അകത്ത് മൗണ്ട് ചെയ്ത് വെക്കാം പറ്റും, ഈ സി ക്ലാമ്പിൻ്റെ അകത്ത്. പിന്നെ 2 സൈഡിൽ 1/4 ഇഞ്ചിൻ്റെ സ്ക്രൂ ഹോൾ ഇട്ടിട്ടുണ്ട് നമുക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടി. ഇത് ട്രൈപ്പോഡുമ്പോൾ തന്നെ നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ട്രൈപ്പോഡ് എടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് Ulanzi എന്ന കമ്പനിക്കാണ് ഞങ്ങൾക്ക് താങ്ക്സ് പറയാനുള്ളത്. കാരണം അവർ നമുക്കിത് റിവ്യൂ ചെയ്യാനാണ് അയച്ചു തന്നേക്കണത്. നമ്മൾ വാങ്ങിയതല്ല, അവർ അയച്ചു തന്നതാണ്. സോ താങ്ക്സ് ടു Ulanzi. അപ്പോൾ നമ്മുടെ കവറൊക്കെ റിമൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ട്രൈപ്പോഡ് എന്ന് പറയുന്നത്. ഫുൾ ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ട്രൈപ്പോഡ് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോൾ മൗണ്ട് ഉണ്ട്. ബോൾ മൗണ്ടിൻ്റെ അകത്തൊരു തം സ്ക്രൂ ഉണ്ട്. ആ തം സ്ക്രൂ തിരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ക്യാമറയുടെ ആംഗിൾ സെറ്റ് ചെയ്തത്. ഈ മുകളിലാണ് 1/4 ഇഞ്ച് സ്ക്രൂ, ആ ഹെഡിൻ്റെ അവിടെയാണ് നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ ഈ നേരത്തെ കാണിച്ച സി ക്ലാമ്പ് ചെയ്യുന്നത്. നമ്മളിത് ഊരി എടുക്കുകയാണ്. ഊരിയെടുത്ത് അതിൻ്റെ തൊട്ട് താഴെയും 1/4 ഇഞ്ച് ഉണ്ട്, ഇവിടെ 1/4 ഇഞ്ച് സ്ക്രൂ ഉണ്ട്. ഇതിലേക്കാണ് നമ്മൾ മൗണ്ട് ചെയ്യണത്. പിന്നെ നമ്മൾ ബോൾ ഹെഡിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് സൈഡിൽ തം സ്ക്രൂ ഉണ്ട്. ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല കൂടിയ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആ തം സ്ക്രൂ നമുക്ക് തിരിക്കാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് പല ആംഗിളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു ഗ്രൂ പോലെ ഇട്ടുണ്ട്, അതിലേക്ക് തിരിച്ച് വെച്ച് ലോക്ക് ചെയ്ത് കറക്റ്റ് 90 ഡിഗ്രിയിൽ നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫ് വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ സി ക്ലാമ്പ് ഇട്ട് മൗണ്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫോൺ അതിൽ പിടിപ്പിച്ച് വയ്ക്കാൻ പറ്റും. ക്യാമറ ആണെങ്കിലും എന്താണെങ്കിലും ചെറിയ ആക്ഷൻ ക്യാംസ് അതിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ട്രൈപ്പോഡ് ബാക്കി ബോഡിയിലേക്ക്, ഇവിടെയാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. നല്ല കൂടിയാണ് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ നമ്മുടെ ലെഗ് എന്ന് പറയുന്നത് ഏകദേശം റബ്ബറൈസ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റബ്ബറൈസ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത്. നമ്മൾ ഒരു ടെക്സ്ചർ ഇട്ടിട്ടുണ്ട് അവരപ്പോൾ നമ്മുടെ ഇത് പിടിപ്പിച്ച് വയ്ക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിക്കുകയാണെങ്കിലോ നല്ല ഗ്രിപ്പോടുകൂടി തന്നെ ഇരിക്കും. പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ല, റബ്ബർ മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. ഇത് മൂന്നും ഇതിൻ്റെ മെയിൻ ബോഡിയിലേക്ക് നമ്മൾ മൗണ്ട് ചെയ്ത് നമ്മുടെ സ്ക്രൂ ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയാനുള്ളത്, നമുക്ക് ഈ മുകളിലെ ഹെഡിൻ്റെ അവിടെയാണ്. ഈ ഹെഡിൻ്റെ ഒരു ഭാഗം നമുക്കിനി തിരിച്ചു കൊടുക്കാൻ പറ്റും. ആ തിരിക്കുന്നതിനാണെന്ന് വെച്ചാൽ ലെഗ് എന്തോരം വിടർത്താം എന്നുള്ള ആ ഒരു സ്പാൻ ആംഗിൾ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഇവിടെ ഒരു ഹോൾഡ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു പൊസിഷനിൽ വെച്ച് നമുക്ക് ലെഗ് നിവർത്തി കഴിഞ്ഞാൽ ലെഗ് 3 ഇത്രയും നിവരുള്ളൂ. പക്ഷേ അതങ്ങനെ വെക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീളത്തിൽ, അത്യാവശ്യം സ്പാനിൽ, അത്യാവശ്യം ആംഗിളിൽ വിടർന്നിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേ മുകളിൽ ഹെഡ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ ആ ഗ്രൂവ് വലുതാവും, വേറൊരു ഓപ്ഷനിലേക്ക് വരും, വലിയ ഗ്രൂവ് ആവും. എന്നിട്ട് നമ്മൾ മൗണ്ട് ചെയ്താൽ കുറച്ചുകൂടി വലിയ ആംഗിളിലേക്ക് നമ്മുടെ ലെഗ്സ് ആംഗിൾ ഇൻക്രീസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി സ്റ്റേബിളാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് മറിഞ്ഞു വീഴാണ്ടൊക്കെ പറ്റും. അത്യാവശ്യം കുറച്ചുകൂടി വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വലിയ ക്യാമറയ്ക്ക് മൗണ്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞു വീഴാണ്ട് അവിടെ ഇരിക്കും, സ്റ്റേബിളായിട്ടിരിക്കാൻ പറ്റും. അത് വളരെ വലിയൊരു യൂണിക് ഫീച്ചറാണ്. നമ്മൾ ഇതുപോലെ തിരിച്ച് മൗണ്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് സി ക്ലാമ്പ് എടുക്കാം. സി ക്ലാമ്പ് എടുത്തിട്ട് നമുക്ക് മൗണ്ട് ചെയ്യാം. നമ്മൾ 2 സി ക്ലാമ്പിന് 2 1/4 ഇഞ്ച് ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു, ഒരെണ്ണം അടിയിലും ഒരെണ്ണം അതിന് താഴെ ഇട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ നേരെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള രീതി നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സി ക്ലാമ്പിൻ്റെ. സെക്കൻഡ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ അടിയിലുള്ള സി ക്ലാമ്പിൽ നമുക്ക് വെക്കാം, അടിയിലുള്ള ഹോളിൽ നമുക്ക് വെക്കാം.
അപ്പോൾ ഇതാണ് ഫ്രണ്ട് സെക്കൻഡ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാലോ, നമ്മൾ വ്ളോഗിങ് അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസിനൊക്കെ എടുക്കാൻ വേണ്ടി ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആംഗിളാണ് ഇതെന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ 2 ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ സി ക്ലാമ്പുമാർ 2 ക്വാർട്ടർ ഇഞ്ച് ഹോൾ ഉള്ളതുകൊണ്ട് നമുക്ക് 2 ഓറിയൻറ്റേഷനിൽ വയ്ക്കാൻ പറ്റുന്നത്. നമുക്ക് ഞാൻ ഫോൺ മൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. അതാണ് ഫസ്റ്റ് ഓറിയൻറ്റേഷനിൽ നമുക്ക് ഫോൺ മൗണ്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞാൽ സെൽഫി എടുക്കാനോ സെൽഫ് വീഡിയോസ് ഈ വ്ളോഗ് ചെയ്യണവരൊക്കെ ട്രാവൽ വ്ളോഗ് ചെയ്യണവർക്കാണെങ്കിൽ ഇങ്ങനെ മൗണ്ട് ചെയ്ത് ഫോൺ വയ്ക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എത്രയും വെയിറ്റ് കുറവാണ്, നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഒട്ടും വെയിറ്റ് നമ്മുടെ കൈക്ക് ഒരു സ്ട്രെയിനും വരില്ല. പിന്നെ അതിനുശേഷം ഈ രണ്ടാമത്തെ ഓറിയൻറ്റേഷനാണ്. ഇത് ശരിക്കും മുകളിൽ നിന്ന് വെക്കണം എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ ക്യാമറ അപ്പം നമുക്ക് ശരിക്കും താഴോട്ടല്ലേ വ്യൂ വരുന്നത്. താഴോട്ട് വ്യൂ വരുമ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ, ചെറിയൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെ വെച്ച് പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് റിവ്യൂ എടുക്കാം. നമ്മുടെ ട്രൈപോഡിൻ്റെ ലെഗ്സ് കുറച്ച് നമ്മുടെ ഫ്രെയിമിൽ കയറി വരും, എന്നാലും കുറേ കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബോൾ ഹെഡ് ഇല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൗണ്ട് ചെയ്യാം. അത് 2 ഓറിയൻറ്റേഷനിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ കണക്ട് ചെയ്തേക്കുന്ന ഓറിയൻറ്റേഷനിലായിക്കോട്ടെ, പോർട്രേറ്റ് ആയിട്ടുള്ള ഓറിയൻറ്റേഷനിലും ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഈ ബോൾ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ട്രൈപോഡ്, മിനി ട്രൈപോഡുമൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സി ക്ലാമ്പ് അതുപോലെ മൗണ്ട് ചെയ്യാൻ പറ്റും. മിനി ട്രൈപോഡ്, നോർമൽ ട്രൈപോഡ് മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ യൂണിക് ഫീച്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്നത് ഒരു ഏകദേശം നമ്മുടെ ഒരു ഗൊറില്ല ട്രൈപോഡ് എന്നൊക്കെ പറയും. നമുക്ക് മാർക്കറ്റിൽ വാങ്ങിയിട്ടാണ് ഗൊറില്ല ട്രൈപോഡ്, വില കൂടിയ ട്രൈപോഡുകളാണ്. അത് ഫ്ലെക്സിബിൾ ലെഗ്സ് ആയിരിക്കും അതിൻ്റെ. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രൈപോഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള സ്ഥലം, ഇപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ മുകളിൽ ഹാൻഡ് റെയിലുമാണ് ഞാൻ ഇതിങ്ങനെ മടക്കി വെച്ചേക്കുന്നത്. മടക്കി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം നല്ല ടൈറ്റ് ആയിട്ടാണ്. കാരണം ആ ഗ്രിപ്പ് പോലെ ടെക്സ്ചർ ഉള്ളതുകൊണ്ട് എന്താ പറയുക, നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിവ്യൂ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് നമ്മുടെ ആമസോണിലായാലും AliExpressലായാലും അങ്ങനെ വെബ്സൈറ്റുകളിലൊക്കെ വാങ്ങാൻ അവൈലബിൾ ആണ്. എല്ലാവരും വാങ്ങാം. വേറെ വില കൂടിയ ഗൊറില്ല ട്രൈപോഡിനേക്കാളും നല്ലത് സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ ട്രൈപോഡ് തന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ഞാൻ അനുഭവം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.